അമ്മാ ആ ആ നീ ഇത്ര നേരത്തെ എണീച്ച കുട്ടിയെ? വീട്ടിൽ നീ ഇത്രയും നേരത്തെ എണീക്കോ? ഞാൻ വീട്ടിലിങ്ങനെ തന്നെ മാ സുബീക്ക് എണീക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കും. പിന്നെ ഒരു 8-9 മണിക്കൊക്കെ ഞാൻ എണീക്കുള്ളൂ. ഇവിടെ ആണെങ്കിൽ പിന്നെ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. സ്ഥലം മാറി കിടന്നല്ലേ, അതുകൊണ്ടായിരിക്കും. അത് ശരി. ഇതാ കോലം. എന്തുമ്മാ? ഒന്നുമില്ല. നീ ഇപ്പം ഇന്ന് അടുക്കളയിലൊന്നും കയറാൻ നിൽക്കണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയട്ടെ, എന്നിട്ടൊക്കെ കയറിയാൽ മതി. അതുവരെ ഞാൻ ചെയ്യാം. ആഹാ, അതിന് ഇന്നതല്ല, എന്നും ഞാൻ അടുക്കള പണിയൊന്നും ചെയ്യാൻ പോണില്ല. അതെന്താ? അടുക്കള പണി എനിക്ക് അറിയില്ല. അറിയാത്ത പണി ഞാൻ വെറുതെ എന്തിനാ ചെയ്യാൻ നിൽക്കുന്നത്? അതെന്താണ്? പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്ന്? നന്നായി. ഞാൻ ചായ കുടിക്കാൻ വന്നത്. ചായ ആയില്ല ഇത്രയും നേരം. എവിടെ ചായ? ചായ ഇത് അടുപ്പില്. വീട്ടിലിപ്പോൾ എല്ലാ പണിയും നിന്റെ ഉമ്മയാണ് ചെയ്യുക. അല്ലല്ലോ, ഇതിനൊക്കെ വീട്ടിൽ പണിക്കാരുണ്ടല്ലോ. അപ്പം അടുക്കള പണി മാത്രം അറിയാത്തുള്ളൂ എനിക്ക്. അപ്പം വീട്ടിൽ വേറെ പണിയൊന്നും അറിയില്ല എനിക്ക്. അടിക്കാനോ തുടയ്ക്കാനോ പാത്രം കഴുകാനോ അങ്ങനെയൊക്കെ അറിയില്ലേ? അതിനല്ല വീട്ടിൽ പണിക്കാര്. അത് അവിടെയല്ലേ, ഇവിടെയോ? ഇവിടുത്തെ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ? വേറെ ആരാ ചെയ്യാനുള്ളത്? അതിനിവിടെ ഒരു പണിക്കാരനെ വെക്കണം. അല്ലാണ്ട് ഇതൊക്കെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ എങ്ങനെയാ ചെയ്യുക? ഓ അങ്ങനെ. അല്ല കുട്ടിയെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പണിക്കാരൊക്കെ വന്ന് വീട്ടിൽ പണി ചെയ്യുകയാണെങ്കിലേ മിണ്ടാണ്ട് അവർ വന്ന് ചെയ്യുമോ? ഇല്ലല്ലോ. മാസം മാസം അതുകൾക്കൊക്കെ വല്ലതൊക്കെ എണ്ണി കൊടുക്കണ്ടേ? ആരപ്പം അതൊക്കെ കൊടുക്കാനുള്ളത് ഇവിടെ? റാസിക്ക് കൊടുക്കണം, അല്ലാണ്ട് നാട്ടുകാർ കൊടുക്കുവോ? ആര് കൊടുക്കണം? റാസിക്ക്. റാസിക്ക? എന്താ അവന് പേര് വിളിക്കുന്നത്? പേരല്ലാണ്ട് പിന്നെ എന്താ ഞാൻ അവനെ വിളിക്കുന്നത്? അല്ല, ഇക്കാനോ കാക്കാനോ അങ്ങനെയൊക്കെയല്ലേ പെൺപിള്ളേർ കെട്ടിയ ആണുങ്ങളിൽ വിളിക്കുക? പേരൊക്കെയാണ് വിളിക്കുക. അയ്യേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂത്തവരിനെയൊക്കെ ഇക്കാന്ന് വിളിക്കും. ഒരേ പ്രായത്തിലുള്ളവരിനെയൊക്കെ പിക്കാ വിളിക്കേണ്ടത് എന്തിനാ? അതൊക്കെ പേര് തന്നെയാണ് വിളിക്കുക. അത് അങ്ങനെ തന്നെയാണ് എല്ലാവിടെയും. എന്നാൽ ഈ കെട്ടിയ ആണിനൊന്നും പേര് വിളിച്ചിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അല്ല, അപ്പം ഞാൻ പേര് വിളിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പം എന്താ ഇവിടെ പ്രശ്നം? പിന്നെ കുഴപ്പമില്ലേ? നിന്റെ വീട്ടിലൊക്കെ നിന്റെ ഉമ്മ ഉപ്പാനെ പേരാണ് വിളിക്കുക. അത് ഉപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനേക്കാൾ 5 വയസ്സിന് മൂത്താണ്. അതുകൊണ്ട് ഇക്കാന്നൊക്കെ വിളിക്കും. അത് വയസ്സിന് മൂത്തതുകൊണ്ടൊന്നും അല്ല. കെട്ടിയ ആണിന് ഒരു മര്യാദയൊക്കെ കൊടുക്കില്ലേ പെൺപിള്ളേര്? അതുകൊണ്ടാണ് ഇക്കാനും കാക്കാന്നൊക്കെ വിളിക്കുന്നത്. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭർത്താവിന് മാത്രമാണോ? അത് ഭാര്യയ്ക്കും കിട്ടണ്ടല്ലേ? അല്ല, എന്തപ്പോൾ നീ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുകയാണ്. അല്ല, ഭർത്താവിന് റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇക്കാന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഭാര്യയ്ക്ക് റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് താത്താന്ന് ആരെങ്കിലും കയറി വിളിക്കുവോ? എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല കേട്ടോ ഉമ്മ. നീ ഉമ്മക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ചായ ആയിമ്മ ഇത് തിളക്കണ്ടപ്പോ അങ്ങനെ ഇങ്ങോട്ട് തരാൻ പറ്റുമോ? എന്നാ പിന്നെ ആയാ റൂമിൽ കൊണ്ടുവരും. എത്ര നേരം വെച്ചിട്ടാ ഞാനിവിടെ നിൽക്കുക? ഓ ആയിക്കോട്ടെ. ഇവിടെ എന്താ ഇങ്ങനെ? ഇത് പ്രാന്താണ് ഇതിന്. അത് പ്രാന്തായിട്ട് അഭിനയിക്കേ. പണിയറിയാത്തൊക്കെ പോട്ടേന്ന് വയ്ക്കാം. ഇത് കെട്ടിക്കൊണ്ടുവന്ന് അപ്പം തന്നെ ഈ തർക്കുത്തരം പറയാൻ നിന്നാലോ? ഇതിപ്പോൾ മിക്കവാറും എന്നെ കൊണ്ടിപ്പോൾ അമ്മായിമ്മ പോലെ എടുപ്പിക്കും. അവിടേക്കാണ് ഇപ്പോൾ ഈ പോണത്. ഉമ്മ, നിങ്ങൾ അടിച്ചു വാരിയമ്മ. പിന്നെ അടിച്ചു വാരാണ്ട് അപ്പൊ നിന്നെയും കാത്തോണ്ടിരുന്നപ്പോ ഇവിടുത്തെ പണിയൊക്കെ നടക്കാനാണ്. അപ്പം എന്താ നിങ്ങൾ ഞങ്ങളുടെ റൂം അടിച്ചു വാരിയില്ല? മനസ്സിലായില്ല? ഞാനിവിടുത്തെ വേലക്കാരിയല്ല, ഞാൻ അവന്റെ ഉമ്മയാണ്. ഉമ്മയാണെങ്കിൽ എന്താണ് അടിച്ചു വരാൻ പറ്റില്ല എന്നുണ്ടോ? അപ്പൊ അല്ല, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തായാലും ഇവിടുത്തെ പണി ചെയ്യാനല്ല. വേറെന്തിനാ? അവനവന്റെ കാര്യം പോലും നോക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എന്തിനാ ഞങ്ങൾ കൊണ്ടുവന്നത്? ഇപ്പം ഇവിടെയൊക്കെ വൃത്തിയാക്കുമ്പോൾ ഉമ്മക്ക് അവിടെ കൂടെ ഒന്ന് വൃത്തിയാക്കും. ഇപ്പം എന്താ കുഴപ്പം? ഉമ്മത് മനഃപൂർവ്വം ചെയ്യാതിരുന്നതല്ലേ? ഞാൻ വേണം വെച്ച് ചെയ്യാണ്ടിരുന്നത് തന്നെയാണ്. അല്ല, ഞാൻ അറിയാണ്ട് ഞാൻ ചോദിക്കുകയാണ്, നീ ഈ ലോകത്തന്നെ കുട്ടിയെ ജീവിക്കുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ച്? ഒന്നുമില്ല, നിന്റെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട് ചോദിച്ചതാണ്. അതിന് ഞാനിപ്പോൾ എന്താ ഇവിടെ കാട്ടിക്കൂട്ടി? ഉമ്മ എന്താ അങ്ങനെ ഒരു പറച്ചില്? പിന്നെ ഞാൻ എന്താ പറയുക? നിന്റെ കാര്യം പോലും എനിക്ക് നേരാതെ പോയി നോക്കാൻ വയ്യ. അറിയണ്ടേ ചെയ്യാൻ വേണ്ടിയിട്ട്? അറിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പം എന്താ കാര്യം? ഒരു ചൂലെടുത്ത് അടിക്കാൻ പോലും എനിക്ക് അറിയില്ലേ? ഓ, ഞാൻ അടിച്ചാലൊന്നും വൃത്തിയാവില്ല. എന്നാ പിന്നെ അവിടെ കിടക്കട്ടെ. ഞാൻ ചെയ്തിട്ട് ഇതൊക്കെ കാണുന്നു നീ വിചാരിക്കണ്ട കേട്ടാ. പിന്നെ ഒരു കാര്യം കൂടി, നാളെ മുതൽ നേരത്തെ എണീച്ചോ. അങ്ങനെ വൈകി എണീക്കാനൊന്നും പറ്റില്ല. നേരത്തെ എണീച്ച് അവനിക്ക് പോകാനാകുമ്പോഴേക്കും എല്ലാ ആഹാരങ്ങളൊക്കെ റെഡിയാക്കി ഒന്ന് വെച്ചോ. രാവിലെ 8 മണിയാകുമ്പോഴേക്കും അവൻ പോകും കേട്ടാ. അപ്പോഴേക്കും ഒക്കെ റെഡിയാക്കി വെച്ചോ. നീ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പോലില്ല. ആര്? ഞാൻ റെഡിയാക്കാനോ? നീ തന്നെ. നീ അല്ലാണ്ട് ഇപ്പൊ വേറെ ആരാ അവിടെ ചെയ്യാനുള്ളത്? നീ തന്നെ ചെയ്യണം. അത് ഉമ്മാക്ക് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തോടുമ്മ. ഞാൻ തന്നെ ചെയ്യണത് എന്തിനാ ഉമ്മ വാശി പിടിക്കണത്?
ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ ഇവിടുത്തെ പണിചെയ്യലും ഒക്കെ അന്ന് നിർത്തി. ഇനി പാരാന്ന് വെച്ചാ ചെയ്തോളൂ, വേണ്ടവര് അന്ന് ചെയ്തോളൂ. എനിക്ക് വയ്യാട്ടാ. ഞാനെങ്ങനെ ചെയ്യാ? എനിക്ക് അറിയണ്ടേ വല്ലതും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാ ചെയ്യേണ്ട അവിടെ കിടക്കട്ടെ, അവൻ പട്ടിണി കിടക്കട്ടെ. എന്നാലും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരാളിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സ്വന്തം കാര്യം പോലും ഒക്കെ നോക്കാൻ അറിയില്ല എന്ന് വെച്ചാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാര്. ഉമ്മ അത്രയ്ക്ക് വാശി പിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും ഉണ്ട് കേട്ടോ ഉമ്മ വാശി. ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കും. പൊക്കോ, ആരാപ്പം നിന്നെ പോണ്ടാ പറഞ്ഞത്? ആ പോവും. പോവുകയാണെങ്കിൽ ഒറ്റയ്ക്കല്ല കേട്ടോളി, റാസിക്കിനെയും കൂട്ടിയിട്ട് തന്നെ പോവുള്ളൂ. എന്നിട്ട് വാടകയ്ക്ക് ഒരു വീട് എടുക്കും, ഒരു പണിക്കാരനെയും വെക്കും. അപ്പോഴും ഉമ്മാക്ക് തന്നെയാണ് നഷ്ടം വരിക. എന്നോടാണ് കളി. നീ ഇവിടെ അലക്കിക്കൊണ്ട് നിൽക്കുക? ആ, ഞാൻ തുടങ്ങാൻ നിൽക്കുകയാണ്. നീ നമ്മുടെ സൈഫുത്താത്താൻ്റെ കാര്യം വല്ലതും അറിഞ്ഞിടി? അതിന് ആ മരുമകളിട്ട് പെടാ പാടുപെടുത്തുവത്രടി. ആ, ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞടി. നമ്മുടെ സിയ പറഞ്ഞിട്ട് കുറച്ചൊക്കെ അറിഞ്ഞു. പക്ഷെ ആ പെണ്ണ് മുഴുവൻ അങ്ങോട്ട് വിട്ടും പറയണില്ല. അവളെങ്ങനെ വിട്ടു പറയാനാണ്? അവർ വലിയ ചങ്കും അല്ലേ. അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു അവള്. അപ്പം തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ എന്തൊക്കെയോ പുകയുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ കുത്തി ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ലടി. അല്ല, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞിടി? ഓ, ഇന്നലെ സൈഫുത്താത്ത വന്ന് മണിക്കൂർ കണക്ക് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞു നിന്നിട്ട്? എന്താ പറയണത്? മരുമകളിനെ കുറ്റം തന്നെ. തിന്ന് പാത്രം പോലും കഴിവിക്കില്ലാത്രടി, ഒരു പണിയും ചെയ്യില്ലാത്ര. അത് മാത്രമല്ല, പിന്നെ എന്തെങ്കിലും ഇവള് പറഞ്ഞാലില്ലേ അങ്ങനെ ഏപ്പത്തിട്ട് പറയാനത്രേ. പിന്നെ ആ ചെക്കനെയും വിളിച്ച് അങ്ങോട്ട് വേറെ താമസം പോകുന്നും പറയുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം അവൾക്കൊരല്ലേ അല്ലെങ്കിലേ കൂടുതലാണ്. ഓ, മകനിക്ക് പെണ്ണ് ശരിയായി എന്ന് പറഞ്ഞാലും എന്താ അത്? നിലത്തൊന്നും അല്ല അവളുടെ നിൽപ്പ്. എന്തൊക്കെയാ അപ്പം അവൾ കാട്ടിക്കൂട്ടിയത്? അല്ല, നിൻ്റെ അടുത്ത് ഇപ്പം എന്താ അവൾ കാട്ടാൻ വന്ന്? എന്താ കാട്ടിക്കൂട്ടിയെന്നോ? അവൾ കല്യാണം വിളിക്കാൻ വന്നിട്ട് എന്തൊക്കെ ഒരു വർത്താനമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ മരുമോളിനെ അപമാനിച്ചിട്ട് അവൾ പോയത്. അവൾക്ക് കല്യാണം വിളിക്കാൻ വന്നാൽ വിളിച്ചിട്ട് അങ്ങോട്ട് പൊക്കൂടെ? എൻ്റെ മരുമോളിനെ തരം താഴ്ത്തി പറയേണ്ട ആവശ്യം അവൾക്ക് എന്താണ്? അവൾ വലിയ കൊമ്പത്തുനിന്നാണല്ലോ പെണ്ണെടുക്കണത്. എൻ്റെ മരുമോളാണെങ്കിൽ പാവപ്പെട്ട വീട്ടിൽ. ഓ, അവിടെ വന്ന് എന്തൊക്കെ പത്രാസാണ് അവൾ വിളമ്പിയെന്നറിയോ? എടുക്കുകയാണെങ്കിൽ പെൺകുട്ടിനെ എടുക്കുകയാണെങ്കിൽ സ്വത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ എടുക്കണം, അല്ലാണ്ട് കാഗതിക്ക് വകയില്ലാത്ത ഉടനെ പെണ്ണെടുത്തിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ്? കാലാകാലം കുഴി തന്നെ കിടക്കേണ്ടി വരും എന്നൊക്കെ. അതും എൻ്റെ മരുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവള്. എനിക്ക് അങ്ങോട്ട് വല്ലാണ്ടായിട്ടാ. ആ കുട്ടിക്കാണെങ്കിൽ അതിലേറെ. അന്ന് ആ സാധനത്തിന് വെറുത്താണ് ഞാൻ. അവൾക്ക് അങ്ങനെ തന്നെ വേണം. കല്യാണം വിളിക്കാൻ വന്നാൽ കല്യാണം വിളിച്ചിട്ട് പൊക്കൂടെ അവൾക്ക്? അത് ഞാൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലടി. അത് ആ കുട്ടീൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോഴില്ലേ വല്ലാണ്ടായി. എന്നിട്ട് ഒന്നും പറഞ്ഞില്ല നീ അവളെ? എന്താ പറയുന്നത്? വീട്ടിൽ കയറി വന്നവരിനെ അപമാനിച്ച് വിടാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ മുണ്ടാണ്ടിരുന്നു. അവളുടെ തകളിപ്പിനെ ഒരു തിരിച്ചറി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും അവളിനെ എനിക്കൊന്ന് കാണണം. എന്തിനാണ് അതൊക്കെ ചോദിക്കാനാണ്? ചോദിക്കാനൊന്നുമല്ല. അവൾ അവിടെ വന്നിട്ട് വലിയ പത്രാസ്തരമൊക്കെ വിളമ്പിയതല്ലേ. അപ്പം എന്നെ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അവൾക്ക്. അതൊന്നും എനിക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. നീ വേണമെങ്കിൽ പാടി, വൈകുന്നേരം നമുക്ക് ഒരുമിച്ചൊന്ന് പോയിട്ട് വരാം. ഞാനൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട് വീട്ടിൽ. നീ ഒരു കാര്യം ചെയ്യും, മരുവണ്ടിയും കൂട്ടിയിട്ട് പോ. നന്നായി. അതിന് അവളുടെ പട്ടി വരും. അന്നത്തോടെ ആ സാധനത്തിന് വെറുത്തതാണ് അവൾ. അല്ലോ, ബുഷറയില്ല വരുന്നത്. ഈ പെണ്ണിപ്പം എന്തിനാ പൊങ്ങിട്ട് വരുന്നത്? പഠിച്ചോനെ, എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ എന്തോ. ആ പെണ്ണിൻ്റെ മുഖത്തിപ്പം ഞാൻ എങ്ങനെയപ്പം നോക്കുക? ഇതാരപ്പം ഇത്? ബുഷ്റിയാ? എന്താണ്ട് പതിവില്ലാണ്ട് ഈ വഴിക്കൊക്കെ? ഞാനെൻ്റെ മരുമകളെ കാണാൻ വേണ്ടിട്ട് വന്നാണ്. എന്നാ വാടി, ഉള്ളിക്ക് വാടി. ഇരിക്കടി. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? കുടിക്കാനൊന്നും വേണ്ടടി. ഞാൻ എന്താ ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. നീ നിന്റെ മരുമകളിനെ ഒന്ന് വിളിക്കേ, ഞാനൊന്ന് കാണട്ടെ അവളെ. അതിന് അവളിവിടെ ഇല്ലടി. ഇല്ലേ? അപ്പം എവിടേക്കാ പോയിരിക്കണ്? അവർ രണ്ടാളും കൂടി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. വൈകുന്നേരത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്ടി. രണ്ടാളും കൂടിയാ? എന്തിനാ നീ ഇങ്ങനെ നോണ പറയുന്നത്? അവരൊറ്റയ്ക്കാണല്ലോ പോണത് ഞാൻ കണ്ടത്. എപ്പോ? ഇതാ ഒരു 10-15 മിനിറ്റ് മുമ്പേ. എൻ്റെ മുമ്പിൽ കൂടെയാണല്ലോ ഇപ്പം അവൻ പോയത്. എന്നെ നോക്കി അവൻ ചിരിക്കുകയും ചെയ്തല്ലോ. അത് അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് വന്നതാണ്ടി. അങ്ങനെ പോയിട്ട് അവൻ അപ്പം തന്നെ വന്നു. എന്നിട്ട് വിളിനെ വിളിച്ചുകൊണ്ട് പോയതാണ്. അതെ, ഞാനത് കണ്ടില്ല കേട്ടാ. അവൻ ഒറ്റയ്ക്ക് പോണതാണ് ഞാൻ കണ്ടതേ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാ.
അല്ല എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പം മരുമോള്? അവളിനെയും കൊണ്ട് കുഴപ്പമൊന്നുമില്ലടി, നല്ല സ്വഭാവം തന്നെ. എല്ലാവരും നന്നായിട്ട് പെരുമാറാൻ അറിയുന്നുണ്ട്. അതെന്തായാലും നന്നായി. വീട്ടുപണിയൊക്കെ ചെയ്യാൻ അറിയണ്ട? അത്യാവശ്യമൊക്കെ ചെയ്യാൻ അറിയൂടി. ഞാൻ പിന്നെ ഒന്നും ആ പെണ്ണെ കൊണ്ട് ചെയ്യിക്കൊന്നുമില്ല. ഇവിടെ ഇപ്പം എനിക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ, അപ്പം ഞാൻ തന്നെ ചെയ്യുമൊക്കെ. എന്തായാലും നീ ആഗ്രഹിച്ച പോലെ ഒരു മരുമകളെ കിട്ടിയല്ലോ നിനക്ക്. നീ എന്തായാലും ഭാഗ്യം ചെയ്തവളാണ് കേട്ടാ. എല്ലാവരും പറയുന്നുണ്ടല്ലേ അത്. ആളുകൾ പിന്നെ പറയാണ്ടിരിക്കുമോ? നല്ല പണവും പത്രാസും ഉള്ള വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെയും കിട്ടുകയും ചെയ്തു, നല്ല തങ്കം പോലത്തെ സ്വഭാവമുള്ള മരുമകളും. ആളുകൾ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചില ആളുകൾ നിന്റെ മരുമകളുടെ കുറ്റവും പറയുന്നുണ്ട് കേട്ടാ. കുറ്റമാ? ആരപ്പത് അങ്ങനെയൊക്കെ പറയുന്നത്? ഒന്ന് രണ്ട് ആളുകളൊക്കെ പറഞ്ഞു. തൽക്കാലം നീ ഇപ്പം അത്രയും അറിഞ്ഞാൽ മതി. എന്നിട്ട് എന്ത് കുറ്റമാണ് അവർ പറയുന്നത്? എന്താ പറയുന്നത്? അവള് പണിയൊന്നും എടുക്കാതെ തോന്നിയ പോലെ നടക്കണത്രേ. അതിലെന്തേലും സത്യം ഉണ്ടാ? ഇല്ലടേ, എന്തിപ്പോ വിളിക്ക്. മതി മതി, നീ നിന്ന് വരുമോന്നും വേണ്ട. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കണത്. എന്നാലും നീ ഇത്ര നേരം പിടിച്ചു നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടാ. എന്തൊക്കെയാ ഇപ്പൊ നീ പറഞ്ഞത്? നല്ല സ്വഭാവമാണ്, നല്ല പണിയൊക്കെ ചെയ്യും. ശാന്തി കുത്തണ്ടടി. എന്നിട്ട് എവിടെ ഇപ്പം അവള്? അവൻ്റെ കൂടെ പോയിരിക്കുകയാണ് അതോ ഒറ്റയ്ക്ക് ഇറങ്ങി പോയിരിക്കേ? അവൻ്റെ കൂടെയൊന്നും അല്ലടി, അവൻ പോണത് നീ കണ്ടതല്ലേ. ഇതിപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇറങ്ങി പോയിരിക്കുന്നത്. എവിടേക്ക്? എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ചോദിക്കായിരുന്നില്ലേ പോകുമ്പോൾ? അതിന് ചോദിക്കാൻ പാടില്ലല്ലോ. ചോദിച്ചാൽ മുഹൂർത്തം അങ്ങോട്ട് തെറ്റില്ലേ? എന്താ? അതൊന്നും ചോദിക്കാൻ പാടില്ല അത്ര. അവൾക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ അവൾ പോവും വരികയൊക്കെ ചെയ്യും. അതൊന്നും ഇവിടെ ഉള്ളവരാരും ചോദിക്കാൻ പറ്റില്ല അത്ര. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവനൊന്നും പറയൊന്നുമില്ലേ? അവനെന്താ പറയാൻ പോണു? അവൻ പറഞ്ഞാലിപ്പോൾ നിൽക്കണ്ടപ്പത്. ഇനിയിപ്പോൾ എന്താടി ചെയ്യുക ഞാനെന്താ പറയണ? എനിക്ക് മുന്നും പിന്നും ഇങ്ങനെയുള്ള അനുഭവമൊന്നും ഇല്ലേ. എൻ്റെ മരുമകളെ കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആരാണ്? ഫാത്തിമാൻ്റെ വീടല്ലേ ഇത്? ഫാത്തിമയാ? ഏത് ഫാത്തിമ? ഇത് എൻ്റെ വീടാണ്. ഈ വീട് തന്നെയാണല്ലോ പറഞ്ഞത്. ഇനി ആ വീട് പറ്റിയാണോ? ഫാത്തിമ എൻ്റെ മരുമോളാണ്. അങ്ങനെ പറയും. ഞാനും പെട്ടെന്ന് ബേജാറായിട്ടോളി. ഫാത്തിമ ഇല്ലേ ഇവിടെ? ഫാത്തിമയും ബാത്തുമൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ ആരാണ് ആദ്യം പറയും? അതൊക്കെ പറയാം. ഞാൻ ആദ്യം ഒന്ന് ഉള്ളിൽ കയറട്ടെ. വെയിൽ കൊണ്ട് തലയൊക്കെ അങ്ങ് പുകയുന്നു. എന്നാ കയറി വാ. ആ ഫാനൊന്നും ഇടി. ഫാത്തിമ, ഫാത്തിമ, ഇതാ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. നിങ്ങൾ എത്തിയാ? എങ്ങനെയാ നിങ്ങൾ വന്ന്? ഓട്ടോയിലാ? ഞാൻ നടന്നിട്ടാ വന്ന്. വെറുതെ എന്തിനാ ഓട്ടോയ്ക്ക് കാശ് കൊടുക്കണത്? ഇവിടെ നിന്നിപ്പോൾ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെ വീട് മനസ്സിലായി? ഞാനിവിടെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ച് ഇങ്ങോട്ട് വന്നു. നിന്റെ പേര് പറഞ്ഞ ഇവിടെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ പുതുക്കല്യാണം കഴിഞ്ഞവൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന്. ഇതാണ് നിന്റെ അമ്മായിയമ്മ അല്ലേ? ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ഇവളുടെ കുടുംബക്കാർ മറ്റോ ആണോ? ഇതെൻ്റെ അമ്മായിയാണ്. എന്തൊക്കെ അറിയണം നിങ്ങൾക്ക്? നിങ്ങളിങ്ങോട്ട് വരും താത്ത. അമ്മായിയാ? എന്താ അവള് അമ്മായിനെ താത്താന്ന് കയറി വിളിച്ചത്? എന്തോ ഒരു കള്ളത്തരം മണക്കുണ്ടല്ലോ. ഇത് ഏതമ്മായിയാണ് നിന്റെ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനിവളുടെ അമ്മായിയൊന്നും അല്ല. പിന്നെ ഞാനിവിടെ വീട്ടുപണിക്ക് വന്നാണേ. അത് ശരി. താത്താ, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. എന്നാ ഞാനൊന്ന് കിടക്കട്ടെ. ഉണ്ണാനാകുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടാ. വിളിക്കാം. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മാപ്പിളയും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മകളുണ്ടായിരുന്നു, അതിന് കെട്ടിച്ചും കിട്ടും. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടാ? അവളുടെ വീട്ടിൽ തന്നെ നിന്നുണ്ടായിരുന്നതേ. ഇവിടേക്ക് ഒരാളിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വേറെ ആളിനെ നിർത്തി. എന്നെ ഇങ്ങോട്ട് വിട്ടാക്കുകയും ചെയ്തു.
ഒരു കണക്കിന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നന്നായി. ഒരു ലക്ഷം കെട്ട സ്വഭാവമാണ് നമ്മളുടെ തങ്ങിൻ്റെ. കൂട്ടിട്ട് വരുവാണാവുക. അതൊന്നും കേൾക്കില്ല. അവളവിടെ കിടക്കുക തോന്നണു. നീ പറഞ്ഞോ. ഇവളുടെ തള്ളിയുണ്ടല്ലോ, ഒരു പണിയും രൂപം പോലെ ചെയ്യില്ല. രാവിലെ എണിച്ചാൽ മേക്കപ്പ് ഇട്ടുകൊണ്ട് മുണ്ടാണ്ടിരിക്കും. ഇനിയിപ്പോൾ നമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താലുണ്ടല്ലോ അതിന് 100,000 കുറ്റമായിരിക്കും പറയുന്നത്. തള്ളയും മകളും ഒക്കെ കണക്കാണ്. ഇതും വിട്ട കേസാണ്. നല്ല വില്ലത്തരം ഉണ്ട് കയ്യിൽ. ഒരു മിനിറ്റ് പോലും ഇല്ലേ എന്നിത്തിരി മുണ്ടാണ്ടിരിക്കാനായിക്കില്ല. 24 മണിക്കൂറും ഇങ്ങനെ തള്ളയും മകളും പണി തന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ലീവ് ചോദിച്ചാലോ അപ്പോഴും തരില്ല. അതെന്താ? ഞാൻ പോയി അവർ പട്ടിണിയാവുകയെ വെച്ചുണ്ടാക്കി തിന്നാൻ അറിയണ്ടേ അവൾ തള്ളയ്ക്ക് മോൾക്കും. നിങ്ങൾക്ക് രാവിലേക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയാ. അവൾക്ക് ചപ്പാത്തി മതി അത്രേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ? അതുണ്ടാക്കിയാൽ മതി. ഇനി ആള് വീതം ഓരോന്ന് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയല്ലേ. നീ എന്താ ഉണ്ടാക്കാൻ നോക്കിക്കോ. ഞാൻ ആ പാത്രമൊക്കെ കഴുകിയെടുക്കാം കേട്ടാ. ഏയ് അതൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? എത്ര നേരം വെച്ചിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുക. ഇതൊക്കെ ഞാൻ ചെയ്യേ. എനിക്ക് മിണ്ടാണ്ടിരുന്നാലും ശരിയാവില്ല. ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ടേ. ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണി തന്നെ ഉള്ളൂ. അതും ഇല്ല. ഇനിയിപ്പോൾ ഇവളുടെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ടാണെങ്കിൽ ഓരോന്ന് ചെയ്തു കൊടുക്കാൻ തോന്നാത്തതേ. എന്നാലും ഇങ്ങനെ ഉണ്ടാവുമോ പെണ്ണുങ്ങൾ? അവനവൻ്റെ കാര്യമെങ്കിലും ഒന്ന് ചെയ്യാൻ അറിയണ്ടേ? ഷോ, അതിനെങ്ങനെയാണ്? തള്ളൻ്റെ കണ്ടിട്ടല്ലേ മകളും പഠിക്കണത്. ഞാൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തോന്നണ്ടാട്ടോളേ. എന്താ ഇപ്പോൾ തോന്നാനുള്ളത്? നീ ഉള്ള കാര്യം തന്നെയല്ലേ പറയണത്. അല്ല, നിങ്ങൾ ബന്ധുക്കാരുമാണേ. ഞാൻ പുറമേ നിന്ന് വന്നതാണേ. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതേ കാണുള്ളൂ. അതൊന്നും നീ പേടിക്കണ്ട. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിന്നെ വലിച്ചിടൊന്നുമില്ല കേട്ടാ. എന്നാലും എന്താ തീൾ ഇങ്ങനെയായത്? പൂത്ത കാശുണ്ടല്ലേ കയ്യിൽ, അതിൻ്റെ നെളിപ്പായിരിക്കും. അല്ലാണ്ട് എന്താ? എന്തൊക്കെ പറഞ്ഞാലും നല്ല സ്വഭാവമാണ് കേട്ടോളി. മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ വലിയ മനസ്സൊക്കെ ഉണ്ട്. അതാണ് ഇപ്പം ഞാനിപ്പോൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ഇപ്പം എനിക്ക് തന്നെ എന്തോരം ബുദ്ധിമുട്ട് എൻ്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നന്നായിട്ട് തന്ന് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. പൈസയൊക്കെ തന്ന് സഹായിച്ചിട്ടുണ്ട്. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ പണ്ടേ ഞാനിവിടെ അവിടെ നിന്നിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല വെച്ച് തിരിഞ്ഞോളി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കൂടെ കേട്ട് അതിൽ കൂടെ വിട്ടിട്ട് മിണ്ടാണ്ടിരിക്കും. എവിടെയോ കിടക്കണം. എന്നെ ഇത്രയും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധുക്കാരായി നിങ്ങളെ എത്ര സഹായിക്കും. അത് വിചാരിച്ചിട്ടാണ് തിരിഞ്ഞാൽ മതി. താത്ത കഴിക്കാനായിട്ടില്ലേ? അല്ലത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഇപ്പം ഉണ്ടാക്കി തരാം കേട്ടാ. എന്നാ വേഗം ഉണ്ടാക്കി, വിശക്കാൻ തുടങ്ങി. അടുക്കള പണി കഴിഞ്ഞിട്ടേ ആ തുണിയൊക്കെ ഒന്ന് തിരുമ്പായിട്ട് അതൊക്കെ ഒന്ന് തിരുമ്പിയിടും. പിന്നെ റൂമൊന്ന് വൃത്തിയാക്കണം. റൂമൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ ഞാൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട്. എനിക്കുള്ള പണികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ സഹായിക്കാം നിന്നെ. എന്തായാലും അവളുടെ ഉമ്മാനെ പോലെയൊന്നും അല്ല ഞാൻ കേട്ടാ.